കുത്തിരി ബേട്ടാ. ഹായ്, നമ്മൾ ഇന്ന് ഉത്തരി ദുർഗ വന്നിരിക്കുകയാണ്. ഉത്തരി ബെട്ട വന്നിരിക്കുകയാണ്. ഇവിടെ ട്രക്കിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ബാംഗ്ലൂരിൽ നിന്നുള്ളത്. വീക്കെൻഡൊക്കെ ആൾക്കാർക്ക് വന്നിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ആ കാണുന്നില്ലേ പുറകിൽ, അവിടെയാണ് നമുക്ക് കയറേണ്ടത്. അങ്ങനെ 2-3 മലകളുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ കയറുന്ന വീഡിയോ ആണിന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കിന്ന് കാണാം. നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ നിർത്തിയിരിക്കുക. ഇതാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ അങ്ങ് പോയി ആ കാണുന്ന മലയാണ് നമുക്ക് കയറേണ്ടത്. ഇതൊരു വില്ലേജാണ്, ഉത്തരി വില്ലേജ് എന്നാണ് പറയാം, കുനിഗൽ ജില്ലയിലാണ്. അപ്പം നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 3 ആൾക്കാരുണ്ട്. 2 ആൾ മുന്നിൽ നടക്കുന്നുണ്ട്. ഒന്ന് ഹരി, ഒന്ന് കറു. ശരിക്കും പേരെന്താ? കദീർ. ഇതുണ്ടോ, ഇവിടുന്ന് നമ്മുടെ ഒരു ലെഫ്റ്റ് എടുക്കണം ഇങ്ങോട്ടേക്ക്. ഇതാണ് ഈ ഉത്തരി ബെട്ട ട്രക്കിങ്ങിൻ്റെ ബേസ്. ഇവിടെ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ചാർജ് ഉണ്ട് 50 റുപ്പീസ് പാർക്കിങ്ങിന്. പാർക്കിങ്ങിൻ്റെ 50 റുപ്പീസ് നമ്മളിവിടെ പേ ചെയ്യണം. സോ ഇവിടെ വണ്ടി വെക്കാൻ പറ്റും. ഇവിടുന്ന് വണ്ടി ഇട്ടിട്ട് നമ്മൾ ആ മുകളിലേക്ക് ഉള്ള മല കയറണം. ഉത്തരി ദുർഗയുടെ ഫസ്റ്റ് വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഉണ്ടോ, ഇത് മൊത്തം മുകളിലേക്ക് നമ്മൾ കയറണം. ഇപ്പോൾ ഉത്തരി ദുർഗ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി. ഇപ്പം ഒരു ട്രയലൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി കുറച്ച് ദൂരം ഈ ഒരു ചെറിയൊരു മരങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടുണ്ട്, അതിലൂടെ പോകണം. അപ്പം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് കിടക്കുകയാണ്. എന്താ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്. ഭയങ്കര രസമാട്ടോ അത്. അത് വെച്ചാല് അവര് പറയുന്ന പറഞ്ഞാല് നമ്മളെ തോട്ട്സ് എല്ലാം ഇങ്ങനെ കേട്ട് അനങ്ങാണ്ടിരിക്കുന്ന ഒരാളാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ. ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ട്. നമ്മൾ കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ വൈകി ഏകദേശം. താഴെ നല്ല വില്ലേജ് ആണ്. ഇത് ഉത്തരി വില്ലേജ് ആണോ? ബെട്ടയാണ് ആ വില്ലേജിന്റെ പേര്. ഉത്തരി വില്ലേജ് ആണെന്നുണ്ട്. കാവൽക്കാരനായിട്ട് നിൽക്കുകയാണോ നമുക്ക് വേണ്ടിയിട്ട്? എൻട്രി അലൗഡ്. ആ, അപ്പോൾ നമ്മൾ പകുതി ദൂരം പിന്നിട്ടു. ഇനിയിപ്പം കുറേയും കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലെത്താൻ പറ്റും. ടോപ്പിലൊരു ഫോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഫോർട്ടിൽ നമുക്ക് എന്താ പറയുക, പഴയ ഒരു ഫോർട്ടാണ്. അതൊക്കെ റൂയിൻഡ് ആയിട്ടുള്ള ഫോർട്ടാണ്. കെമ്പഗൗഡ ക്രിയേറ്റ് ചെയ്ത ഫോർട്ടാണിത് ഇതിൻ്റെ മുകളിൽ. പിന്നെ ടിപ്പു അതിനെ എന്താ പറയുക ആർമി സ്റ്റേഷനായിട്ട് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഇത് കോൺകർ ചെയ്തു. ഇത് ഈ നവദുർഗയിൽപ്പെട്ട ഒരു ഫോർട്ടാണെന്നാണ് ഞാൻ കേട്ടിരിക്കണേ. ഉത്തരി ബെട്ട എന്നും ഇതിനെ പറയും. അട്രി ദുർഗ എന്നും പറയും, ഉത്തരി ബെട്ട എന്നും പറയും. അപ്പം ഇത് ഇവിടെ എത്താൻ ഒരു 95 കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്യണം. കുനിഗൽ ഡിസ്ട്രിക്റ്റിലാണ് വരിക ഇത്. അപ്പം എന്തായാലും നമുക്ക് മുകളിൽ പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിലൂടെ
ഇതിലൂടെ ഒരു വഴി കാണുന്നുണ്ട്. നമ്മൾ ആ വഴിയിലൂടെ ട്രൈ ചെയ്യാണ്. ഇപ്പം ആ കാണുന്ന അങ്ങനെയുള്ള മലയില്ലേ, അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ടോപ്പിലെത്തി. ഇവിടെ 2-3 മലകളുണ്ട് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ മുകളിൽ എങ്ങനെ കയറാം എന്ന് നോക്കിയിട്ട് നമ്മൾ പോവാണ്. ഇതുണ്ടോ ഒരു വലിയ കല്ല് ഇതിൻ്റെ മുകളിൽ പെട്ടിരിക്കുക. ഇതിന്റെ പുലിമട പോലത്തെ പുലിഗുണ്ട്. പുലികുണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് പഴയ. ശരി, വീഡിയോയുടെ പേരൊന്നും അറിയില്ല. കയറ്റത്തിനിടയിൽ ഇറക്കാൻ ഇഷ്ടമല്ല. ഈ ഉത്തരി ബെട്ടക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ഉത്തരി ദുർഗ എന്ന്. അപ്പം ഈ 2 പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 3760 ഫീറ്റ് ഉയരാണ് പറയുന്നത്. ഒരു ട്രക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ ട്രയലുണ്ട്. ഈ ട്രയൽ മൊത്തം കയറി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നമുക്കെത്താം. അപ്പം ഇത് കയറാൻ ഏകദേശം ഒരു 40 മിനിറ്റ് ടു 1 മണിക്കൂർ സമയം വേണ്ടു. പോകുന്ന വഴിയൊക്കെ കുറച്ച് പുല്ലും പച്ചപ്പും ഇതൊക്കെയുള്ള ഒരു ട്രയലാണ്. ഉത്തരിബെട്ട ട്രക്ക് ചെയ്യാൻ നല്ല സമയം മൺസൂൺ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പം നല്ല പച്ചപ്പും നല്ല ഭംഗിയായിരിക്കും. അപ്പുറത്തെ മലയുടെയൊക്കെ ടോപ്പ് കാണാം അങ്ങ്. ഇനി നമ്മൾ ഈ വഴിയിലൂടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകണം. ചെറിയ കേവ് പോലുള്ള സെറ്റപ്പാണ്. കൊണ്ട് ആൾക്കാർ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നല്ല ഇതായിട്ട് പോകണം. കേവിൽ കയറാതെ വന്നു. കേവ് അത്ര സേഫ് അല്ല. ചെറിയ വഴിയാണ് ഉള്ളിലേക്ക്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയാലും നമുക്കറിയില്ല, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയാലും സീനാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കയറിയില്ല. എന്തായാലും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വേറൊരു മല മുകളിലെത്തി. കണ്ടോ മല? The Hari is going to enjoy the weather. അയ്യോ, രസമുള്ള സ്ഥലം. ഓക്കെ, വീഡിയോയില് വിളിച്ചില്ലടാ. എടുക്കണ്ട്. ആ അതാ ഞാൻ പറഞ്ഞ. ബാലൻസ് ആക്കിയിട്ട് എണീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഉത്തരി ദുർഗ തുംകൂർ ഡിസ്ട്രിക്റ്റിലാണ് വരിക. ഉത്തരി ദുർഗയുടെ മുകളിൽ ഒരു ഫോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഫോർട്ടിന് 7 ലെവൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തരി ദുർഗ നവദുർഗയിൽ ഒന്നായിട്ടാണ് വരിക. അപ്പം ഇത് നിർമ്മിച്ചത് കെമ്പഗൗഡിയാണ്. അങ്ങൊരു പാറ വീഴാൻ പോകുന്ന താഴെയാണ് നമ്മൾ നേരത്തെ കണ്ട വലിയ കൊക്ക. ഇവിടെ ഒരു വലിയൊരു പാറ ഉണ്ട്. എൻ്റെ മുകളിൽ കയറിയിട്ട് വ്യൂ ഉണ്ടോ നോക്കുക. വ്യൂ ഉണ്ടോ? നല്ല വ്യൂ ഉണ്ട്. എന്താ ശാന്താർ വ്യൂ. അങ്ങ് കാണുന്ന അതാണ് നമ്മൾ പോകേണ്ട ടെമ്പിള്. ഉത്തരി ബെട്ടയുടെ മുകളിലുള്ള ടെമ്പിളാണത്. അപ്പോൾ ആ മലയിലേക്കും കൂടി പോകണം. നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള മലയിലാണ്. കണ്ടോ, കുറച്ചും കൂടി നമ്മൾ ക്ലോസ് ആയിട്ടെത്തി. നമ്മൾ ഈ സൈഡിലൂടെ നമ്മൾ കയറി പോകണം. അപ്പം നമ്മൾ നേരത്തെ ഇറങ്ങിയ ഈ സ്ഥലങ്ങളൊക്കെ കയറണം. ഇതൊരു നൈസ് സ്ഥലമാണ്. നല്ല ഒരു പാറയും തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങ് കാണുന്ന അതാണ് ടെമ്പിള്. ടെമ്പിളിൻ്റെ ഫസ്റ്റ് വ്യൂ ആണ്. നമ്മൾ ട്രയലിൽ കയറി വന്നു കഴിഞ്ഞാൽ
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ടെമ്പിളിനടുത്തെത്തും. ഫുള്ള് പുല്ലൊക്കെ വളർന്ന് നടക്കുന്നുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് പോകണം. അപ്പം നല്ല ട്രയലാണ് മുകളിൽ. ഇതുണ്ട്. അപ്പോൾ നമ്മൾ ടെമ്പിള് കയറാൻ പോവാണ്. ഇങ്ങനെയുള്ള കല്ലുകളിൽ പടിയുണ്ട് മൊത്തം ട്രയലിൽ. അതുകൊണ്ട് ഇവിടെ ആരും മോരും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് പഴയൊരു ടെമ്പിളാണ്. എങ്ങനെയുണ്ട്? ഹലോ, സാധാരണ മുകളിലെത്തി. മുകളിൽ കണ്ടോ, ഇവിടെ ഒരു പോണ്ട് പോലെയുണ്ട്. പോണ്ടൊക്കെ എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി. എനിക്ക് കുറച്ച് സമ്മർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറേയും കൂടി മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രസമുണ്ടാവും. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, രാവിലെ ട്രക്ക് ചെയ്ത് വന്നവരാണ്. ഇതിൻ്റെ ടോപ്പിലുള്ള വ്യൂ ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ കയറിയ മലയാണ് അങ്ങ് കാണുന്ന ആ മല. ടെമ്പിള് ശങ്കരേശ്വര ടെമ്പിൾ എന്നാണ് പേര്. ശിവയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശങ്കരാചാര്യർ സ്ഥാപിച്ച ലിംഗാണെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ ലോക്കൽ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ നമ്മൾ വന്നപ്പോൾ ഇതിപ്പം ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നി എന്തായാലും കാണാം. ഉണ്ടോ, ഇതാണ് അവിടെ ടെമ്പിള്. കുറേ കോട്ടയുടെയോ ബിൽഡിങ്ങിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ഇതൊരു എന്താ പറയുക, ഒരു മിലിറ്ററി ബേസ് ആയിരുന്നു ടിപ്പുവിൻ്റെ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു. കെമ്പഗൗഡ രാജാവ് നിർമ്മിച്ച കോട്ടയാണിത്. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. അവർ ഇങ്ങനെ എന്താ പറയുക, ആൾക്കാർ കൊണ്ടുവന്ന ഫുഡൊക്കെ എടുത്ത് കൊണ്ടുപോകേണ്ടത് കണ്ടോ. ഈ പ്ലാസ്റ്റിക്കും ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്, ആ വന്യമൃഗങ്ങളും ഇതൊക്കെ എടുത്ത് കഴിക്കും. അതുകൊണ്ട് വരുന്നവർ പരമാവധി ഈ പാക്ക് ചെയ്ത ഐറ്റംസ് കൊണ്ടുവരാതെ നോക്കുക. അല്ലാതെ ഇപ്പം വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതൊന്ന് നമ്മൾ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നല്ലതാണ്. ഇത് കണ്ടോ, അത് ചെയ്യുന്ന ഇത് കണ്ടോ, ഏതോ ഒരാൾ കൊണ്ടുവന്ന ലൈസിൻ്റെ പാക്കാണ്. അത് മൊത്തം എടുത്തിട്ട് കടിച്ച് പറിച്ച് നോക്കുക. എല്ലാവരുടെ ബാഗിൽ നിന്നും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, പ്രോപ്പർലി ടേക്ക് കെയർ ചെയ്യുക, ടാർഗറ്റ് ചെയ്തിട്ട് ഇരിക്കുക. കേട്ടോ, ആ പോണ്ട് അടിയിലോട്ടുണ്ട്. ഇതാണ് നേരത്തെ കണ്ട പോണ്ട്. നമ്മൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ തിരിച്ചിറങ്ങണം. കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങും. നമ്മളിവിടെ ഉത്തരദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇതിന്റെ മുകളിലെത്തി. ഇവിടെ കുറേ സ്റ്റെപ്സ് ഒക്കെ കയറിയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരുപാട് ക്രൗഡ് ഉണ്ട്. ഏർലി മോർണിംഗ് ട്രെക്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നല്ല മിസ്റ്റ് ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? പോസ്റ്റ് മൺസൂൺ വന്നാൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ്. ഇപ്പോൾ ഇച്ചിരി ഉണങ്ങിയ ഒരു ഇതാണ് പച്ചപ്പൊക്കെ ഒന്ന് കുറവാണ്. പോസ്റ്റ് മൺസൂൺ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനറി, നല്ല ക്ലൈമറ്റ്, മിസ്റ്റ്, വിൻഡി ഒക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, എന്തായാലും നോക്കാം. നമ്മൾ ഒരു ബട്ടർ മിൽക്കും ചായയൊക്കെ കഴിച്ച് ചില്ലിയാണ്. ഇതുണ്ടോ, ഈ ടെമ്പിളും നല്ല പഴയ ഒരു ടെമ്പിളാണ്. ശങ്കരേശ്വര ടെമ്പിൾ എന്നാണ് ഇവർ വിളിക്കുന്നത്. ഈ ടെമ്പിളിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് പറയുന്നത്. ഉത്തരി ദുർഗയൊക്കെ കണ്ടു തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാൻ ഏകദേശം ഒരു 3 കിലോമീറ്റർ എടുത്തു. 2 മലയൊക്കെ കൂടി കവർ ചെയ്തിട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ അതേ വഴി താഴേക്ക് ഇറങ്ങണം. ഒരു 2 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകണം. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടിയുണ്ട് പാർക്കിങ്ങിലേക്ക്.
പാർക്കിങ്ങിൽ എത്തിയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകും. ഹായ്, അപ്പോൾ നമ്മുടെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. താഴെ എത്തി നമ്മൾ കയറിപ്പോയ സ്ഥലത്ത് എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് ബാംഗ്ലൂരിൽ പോവാണ്. അപ്പോൾ കരു, എങ്ങനെയുണ്ടായിരുന്നു ട്രെക്കിംഗ് ഒക്കെ? അടിപൊളി ട്രെക്കാണ്. അതെ, കുറച്ച് ഒരു 2-3 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. പോസ്റ്റ് മൺസൂൺ ആയിരിക്കും ബെറ്റർ. നൈസ്. അപ്പോൾ എന്തായാലും ട്രെക്കിങ്ങിന് വരുന്നവർ അത്യാവശ്യം വെള്ളവും ഇതൊക്കെ എടുത്ത്, മുകളിൽ വാട്ടർ റിസോഴ്സൊക്കെ കുറവാണ്, കുടിക്കാനുള്ള വെള്ളമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോ ചെറിയൊരു കടയുണ്ട്, അവിടെ നിന്നും കിട്ടും അത്യാവശ്യം വേണ്ടവർക്ക്. അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് പോവുക. അപ്പോൾ ഒരു ഹാപ്പി ട്രെക്കിംഗ്. ഒന്ന് എല്ലാവരും ബാംഗ്ലൂരിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.